പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി ആഗോള സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ ഇന്നലെ വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ അത്യുന്നത കർദിനാൾ മർസേലോ സെമറാനോ തിരുമേനിയുടെ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനാപൂർവം ആ പ്രഖ്യാപനം ലോകത്തിന് നൽകി. മാവേലിക്കരയിൽ പണിക്കര് വീട്ടിൽ ജനിച്ച മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രഥമ മെത്രാപ്പോലിത്തൻ ആർച്ച് ബിഷപ്പ് ഗീവർഗീസ് മാർ ഇവാനിയോസ് ധന്യമായ ജീവിതം നയിച്ചു എന്ന് ആഗോള സഭയിൽ പ്രഖ്യാപിക്കുന്നു. അനുകരണീയമായ ഒരു ജീവിതം ഏതൊരാൾക്കും അനുകരിക്കാവുന്ന ക്രിസ്തീയ ജീവിത ശൈലിയുടെ ഉടമയാകുന്നു മാർ ഇവാനിയോസ് എന്ന മഹാപുരോഹിതൻ എന്നാണ് പരിശുദ്ധ പിതാവിൻ്റെ ഈ കൽപ്പനയുടെ രത്ന ചുരുക്കം. Here is a life, here is a man, here is a monk, here is a priest and a high priest whose life can be imitated upon. അനുകരിക്കാവുന്ന ഒരു ക്രിസ്തീയ ജീവിതം തിരുസഭയ്ക്കിതാ ഞാൻ നൽകുന്നു മാർ ഇവാനിയോസ്. നാം കേൾക്കാൻ കൊതിച്ചിരുന്ന, പ്രാർത്ഥനാപൂർവം നാം കാത്തിരുന്ന ആ നിമിഷവും ആ പ്രഖ്യാപനവുമാണ്. നമ്മെ ഇന്ന് നന്ദി പറയാൻ, ദൈവമേ നീ ഞങ്ങളെ ഞങ്ങളുടെ പിതാവിലൂടെ ഓർത്തല്ലോ എന്ന് കുർബാനയെ നോക്കി പറയുവാൻ ഇവിടെ ഒരുമിച്ച് ചേർത്തിരിക്കുക. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത കൽപ്പന, ഓർമ്മപ്പെടുത്തൽ, വിശ്വസനീയമായ വാഗ്ദാനം, അതിൻ്റെ ആവർത്തിച്ചുള്ള ഉറപ്പ് നൽകുകയായിരുന്നു. ദൈവത്തിൽ വിശ്വസിക്കുക, ഒരു കാരണത്തിൻ്റെ പേരിലും നിങ്ങൾ അസ്വസ്ഥമാകരുത്. നമ്മുടെ പുണ്യപിതാവിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വിശദീകരിക്കേണ്ടതില്ലല്ലോ. അതിൻ്റെ എല്ലാ ദിനങ്ങളിലും സംഘർഷഭരിതമായ, പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള, പ്രത്യാശ കെടുത്തുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആ ജീവിതത്തിൻ്റെ രത്നചുരുക്കം കർത്താവിൽ വിശ്വസിക്കുക. അവിടുന്ന് നിനക്ക് എല്ലാമാണ്. നമ്മുടെ പിതാവിനെ സംബന്ധിച്ച് സ്വർഗം നൽകിയ ഈ ഒരു കരുതൽ പിതാവിൻ്റെ ക്രിസ്തീയ ജീവിതത്തിനുള്ള ഉത്തരമാണ്. ദൈവത്തെ ശുശ്രൂഷിക്കുന്നത് നല്ലതാണ്. ദൈവത്തെ സമ്പാദിക്കുന്നതാണ് അത്യുത്തമം. അതിൻ്റെ പൊരുൾ പിതാവ് ജീവിതത്തിൽ എപ്പോഴും പ്രകടമാക്കി. ദീർഘമായി ഞാനതിലേക്ക് കടക്കുന്നില്ല. പുരാതനമായ ഒരു കുടുംബത്തിൽ ജനിച്ച് ഓർത്തഡോക്സ് സത്യവിശ്വാസ സഭാ ജീവിതക്രമപ്രകാരം വിശ്വാസ വഴികളിൽ സഞ്ചരിച്ച് പഠനം നടത്തി വൈദിക വിദ്യാഭ്യാസത്തിന് ഒരുക്കപ്പെട്ട് വൈദികനായി. അന്ന് മലങ്കര നസ്രാണികളിൽ അറിയപ്പെടുന്ന ആദ്യത്തെ
MA ബിരുദധാരിയായി വിദ്യാസമ്പന്നനായ യുവ വൈദികൻ ചെറുപ്പകാലത്തു തന്നെ സർവകലാശാലയിൽ ഒരു അധ്യാപകനായി. അക്കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിസ്സാരമായ കാര്യമല്ല. സഭയുടെ ദൃഷ്ടി ഈ യുവ വൈദികന്റെ മേൽ തിരിഞ്ഞു എന്നത് സ്വാഭാവികമാണ്. മലമുകളിൽ ഉയർത്തപ്പെട്ടതുപോലെ ശോഭിച്ച ഒരു ജീവിതം. ഉന്നതമായ സർവകലാശാലയിലെ അധ്യാപകൻ എന്ന നിലയിൽ നിന്ന് നാം കാണുന്നത് തുലവും അപ്രസക്തമായ വനമധ്യത്തിലുള്ള ഒരു ജീവിതമാണ്. ദൈവം കൂടെയിരിക്കുന്നതാണ്, ദൈവത്തെ സമ്പാദിക്കുന്നതാണ് ഞാൻ ഈ കണ്ട കാഴ്ചകളിൽ ഏറ്റവും വലിയ കാഴ്ചയെന്ന് പിതാവ് ലോകത്തോട് അർദ്ധശങ്കയ്ക്കിടയില്ലാത്തവണ്ണം പ്രഖ്യാപിക്കുകയായിരുന്നു. തൻ്റെ അധ്വാനം കൊണ്ട് തൻ്റെ സഭാ ശുശ്രൂഷയിലെ ആത്മാർത്ഥത പരിഗണിച്ച് സഹകാരികൾ ചേർന്നപ്പോൾ മുണ്ടൻമലയിൽ വീണ്ടും മലങ്കരയിലെ ഒരു നവോത്ഥാനത്തിൻ്റെ ഉത്സവ പ്രതീതിയായി കുദാശകളെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ വേദികളായി ആ പ്രദേശങ്ങളിലെ കൺവെൻഷനുകൾ മുഴുവൻ നവോത്ഥാനത്തിൻ്റെ ഒരു പുതിയ സംരംഭം ഈദൈ മാറിവാനിയോസ് എന്ന പുരോഹിതൻ തുറക്കുകയാണ്. വലിയ ആവേശത്തോടു കൂടിയ സ്വീകരണങ്ങളുടെ മധ്യേ കഴുതപ്പുറത്ത് യാത്ര ചെയ്തും ധർമ്മം യാചിച്ചും പിടിയരി പിരിച്ചും ഈ സന്യാസ വൈദികൻ ബഥനിയുടെ തനതായ ഒരു സന്യാസ പ്രതിഷ്ഠ ജനമനസ്സുകളിലേക്ക് നൽകുകയാണ്. അവിടെയും ആവർത്തിച്ച് പറയുന്നു, ദൈവസമ്പാദനമാണ് അത്യുത്തമം. അതുകൊണ്ട് താൻ സമ്പാദിച്ചതും തന്നെ ഇഷ്ടപ്പെട്ടവർ ചേർന്ന് നൽകിയതുമായതെല്ലാം ഒരു നിമിഷം തൻ്റേതല്ല എന്ന് പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോരുവാൻ മനസ്സ് കാട്ടിയ ധീരനായ ഒരു മഹർഷി. ദൈവം നടത്തും എന്നതിലല്ലാതെ മറ്റൊന്നിലും വിശ്വസിക്കുവാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയിൽ വിശ്വാസത്തിൻ്റെ വലിയ ബലത്തിൽ തൻ്റെ ശിഷ്യന്മാരെ ചേർത്ത് നിർത്തി യാത്ര തുടങ്ങുകയാണ്. താൻ വിശ്വസിച്ച സഭയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. കത്തോലിക്ക സഭയിൽ പ്രവേശിച്ചിട്ടില്ല. തിരുമൂലപുരത്ത് കുടില് കെട്ടി നാളുകൾ എങ്ങുമല്ലാത്ത ഒരവസ്ഥയിൽ അദ്ദേഹം ജീവിക്കുമ്പോൾ ഈ പിതാവിനെ വഴി നടത്തിയത് നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന നമ്മുടെ കർത്താവിൻ്റെ വചനമാണ്. അതിൽ ഉറച്ചു നിന്നു. ദൈവത്തെ സ്വന്തമാക്കാൻ പ്രാർത്ഥനയിൽ നിഷ്ഠാപൂർവമായ ജീവിതക്രമത്തിൽ പരിശ്രമിച്ചു. ദൈവസമ്പാദനത്തിൽ മുന്നേറി. ആഗോള സഭയിൽ മലങ്കര സഭയുടെ അപ്പസ്തോലികമായ വ്യക്തിത്വം, അതിൻ്റെ തനതായ ആരാധന പൈതൃകം കാത്തുസൂക്ഷിക്കുന്നതിനും പുനർജീവിപ്പിക്കുന്നതിനും സ്വർഗമയ പിതാവിനെ ഉപയോഗിക്കുമ്പോഴും പിതാവിൻ്റെ ഭാവം ഈ ശുശ്രൂഷയുടെ ദാസനായി ദൈവം ഭരമേൽപ്പിച്ച ചുമതലകൾ നിർവഹിക്കുക. തൻ്റെ അജഗണത്തിൽ എണ്ണമെടുക്കുവാൻ സാധ്യമല്ലാത്ത നാളുകളിൽ അനന്തപുരിയിലേക്ക് ശുശ്രൂഷ നിയോഗവുമായി വരുന്ന പിതാവ് എന്തിൻ്റെ ബലത്തിലാണ് ഓരോ ദിവസവും മുൻപോട്ട് നീങ്ങിയത്?
അചഞ്ചലമായ വിശ്വാസം ദൈവം നടത്തും. ദളിതരുടെയും അന്നത്തെ സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഭവനങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിന് ധൈര്യപൂർവം സ്നേഹത്തോടെ കടന്നു ചെന്ന ഈ മഹാപുരോഹിതൻ അനന്തപുരിയിൽ ക്രൈസ്തവ സമൂഹത്തിന് ഒരു പുതിയ മേൽവിലാസം നൽകി. ബഥനി ആശ്രമത്തിൻ്റെ സ്ഥാപനവും ബഥനി മഠത്തിൻ്റെ സ്ഥാപനവും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഓർമ്മപ്പെടുത്തുന്ന സമർപ്പണ അനുഭവങ്ങളാണ്. നവോത്ഥാനത്തിൻ്റെ മാറ്റൊലിയുമായി ശുശ്രൂഷകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സർവസംഘ പരിത്യാഗികളായ മിഷണറി ഭാവമുള്ള സന്യാസികളും സന്യാസിനികളും ഈ സഭയ്ക്ക് ആവശ്യമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതിനനുസരിച്ച് പിതാവ് നൽകിയ ഈ ശുശ്രൂഷയുടെ നേതൃത്വം മലങ്കര സഭയിൽ സന്യാസ പ്രതിഷ്ഠയുടെ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുകയായിരുന്നു. ഇടവക സമൂഹങ്ങൾ, മിഷൻ കേന്ദ്രങ്ങൾ, ഇനിയും നമ്മുടെ കർത്താവിനെ അറിയാത്ത ജനങ്ങളുടെ ഇടയിലെ സുവിശേഷ വേല ഇതാരംഭിച്ചത് പ്രത്യേകിച്ച് ഈ അനന്തപുരിയുടെ ഭരണ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയിൽ പിതാവ് അതുമാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ വലിയ ശുശ്രൂഷയിൽ പിതാവ് പരിശുദ്ധാത്മ പ്രേരിതനായി മേരി മക്കൾ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപനത്തിന് അനുഗ്രഹവും അനുവാദവും നൽകി സുവിശേഷ ശുശ്രൂഷ വ്യാപകമാക്കുന്നതിന് പദ്ധതികൾ സജീവമാക്കി. ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ടുള്ള യാത്രയിൽ ദൈവം പിതാവിനോട് ഒപ്പം നിന്നു. പിതാവിൻ്റെ പ്രാർത്ഥനയായി അറിയപ്പെടുന്നതും നാം പ്രാർത്ഥിക്കുന്നതുമായ ആ വലിയ ഓർമ്മപ്പെടുത്തൽ, കരുണയുള്ള കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മുൻപിലും പിൻപിലും വലത്തും ഇടത്തും താഴെയും മീതയും ഉള്ളിലും എല്ലാ വശത്തുമായിരുന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും പുണ്യപ്പെടുത്തുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന അക്ഷരാർത്ഥത്തിൽ പിതാവ് അതിൽ നിമഗ്നനായി ജീവിച്ചു. ഈ സഭയ്ക്ക് തന്മൂലം അതിവേഗം മുന്നേറുന്നതിന് കരുത്ത് ലഭിച്ചു. നാം ഇന്ന് പിതാവിൻ്റെ ഓർമ്മയിൽ ഈ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ പിതാവിനെ കുറിച്ച് ദൈവസന്നിധിയിൽ നന്ദി പറയുമ്പോൾ ഒന്നാമതായി നമുക്ക് ഓർക്കുവാനുള്ളത്, പിതാവ് സ്ഥാപിച്ച സ്ഥാപനങ്ങളെക്കാൾ അപ്പുറത്ത് ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസം, മാറ്റമില്ലാത്ത ആ പാഠം ഈ സഭയ്ക്ക് നൽകിയല്ലോ എന്നതാണ്. മറ്റൊന്നിൻ്റെയും പേരിൽ അല്ലല്ലോ പിതാവ് മുൻപോട്ട് പോയത്. ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം അർപ്പിച്ചു. അത് ഫലം കണ്ടു. തൻ്റെ ശുശ്രൂഷ ലോകമെമ്പാടും സ്വർഗത്തിൻ്റെ പദ്ധതി പ്രകാരം എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള ശുശ്രൂഷയായി വളർന്ന് പരിശുദ്ധ പിതാവിൻ്റെ വലിയ അനുഗ്രഹാശിസ്സുകളോടുകൂടി മിഷനറിമാരായി ലോകമെമ്പാടും നാം നമ്മുടെ സമർപ്പണത്തിൽ മുന്നേറുന്നു. നമ്മുടെ ആത്മീയതയുടെ
അടയാളപ്പെടുത്തപ്പെട്ട രൂപമായി പിതാവ് നിൽക്കുമ്പോൾ നാം കാണുന്നത് ഈ അചഞ്ചലമായ ദൈവ വിശ്വാസമാണ്. നമ്മുടെ ബലം അതാണെന്ന് പിതാവ് പഠിപ്പിക്കുന്നു. മക്കളെ, മാറിപ്പോകാതെ ഉറച്ച് നിൽക്കുക, ഹൃദയം അസ്വസ്ഥമാകേണ്ട. നാം ഇന്ന് സന്തോഷിക്കുന്ന ആ കാഴ്ചയുടെ ഉള്ളർത്ഥം എന്താ? പിതാവ് വിശ്വസിച്ചത് പിതാവിൽ പരിശുദ്ധ പിതാവ് പ്രഖ്യാപനമായി നൽകി എന്നുള്ളതാണ്. പരിശുദ്ധ പിതാവിൻ്റെ ജീവിതം നോക്കി തിരുസഭയിൽ ആകമാനം എല്ലാവരും കേൾക്കേണ്ടുന്നതിനും അനുകരിക്കേണ്ടതിനും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി പറഞ്ഞു, ധന്യമാണ് ഈ ജീവിതം, ഈ ജീവിതം അനുകരണീയമാണ്. മലങ്കര സഭയിലെ മറ്റൊരു വ്യക്തിയെക്കുറിച്ചും അവിഭക്തമായ മലങ്കര സഭയെന്ന് ഞാൻ വിശേഷിപ്പിക്കും. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രഥമ മെത്രാപ്പോലിത്തൻ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ സ്വകാര്യമായി നാം അതിനെ വിശേഷിപ്പിക്കും. ഈ പരിശുദ്ധ പിതാവിൻ്റെ പ്രഖ്യാപനം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് മുന്നേറിയ, ഒന്നുമില്ലായ്മയിൽ നിന്നൊരു സഭയെ പടുത്തുയർത്തിയ ഈ ദൈവദാസൻ ധന്യനാണ് എന്ന ആ വിശേഷണം, ആ നിയോഗം, ആ പദവി നമ്മുടെ പിതാവിൽ സ്വർഗം ചേർത്ത് നൽകുന്നു. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. വലിയ ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടി കർത്താവിന് നന്ദി പറയാം. നമുക്ക് നൽകിയ ഈ അനുഗ്രഹം നാം കരുതുന്നതിനേക്കാൾ എത്രയോ വിലപ്പെട്ടതാണ് എന്ന് സ്വർഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് മാർ ഇവാനിയോസ് തിരുമേനിയുടെ സഭയ്ക്ക് സ്വർഗം കൊടുക്കുന്ന ഉറപ്പാണ്. മറ്റൊന്നിലുമല്ല നിങ്ങൾ മഹത്വം കാണേണ്ടത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവിൻ, ആ ദൈവം നിങ്ങളെക്കാലവും സംരക്ഷിച്ചുകൊള്ളും. ഇത് പറയാൻ, ഇതൊരു സുവിശേഷമായി ലോകത്തോട് പറയാൻ നമുക്കൊരു പാഠം, നമുക്കൊരു രൂപം, നമുക്കൊരു പേര് സ്വർഗം നൽകിയിരിക്കുന്നു. ധന്യൻ മാർ ഇവാനിയോസ്. ആ പിതാവ് നമ്മുടെ മുൻപിലും പിൻപിലും വലത്തും ഇടത്തും താഴെയും മീതെയും ഉള്ളിലും എല്ലാ വശത്തുമായിരുന്ന് ഇമ്മാനുവേലിനോട് ചേർന്ന് നിന്ന് നമ്മെ മുൻപോട്ട് നയിക്കട്ടെ. ഈ വലിയ നിയോഗത്തിൽ നമ്മെ പ്രാപ്തരാക്കിയ എല്ലാവരെയും ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഓർക്കാം. നമ്മുടെ ഈ പ്രഖ്യാപനത്തിൻ്റെ ഒരു ശുശ്രൂഷാവേള മാത്രമല്ല, നമ്മുടെ പിതാവിനെ വിശ്വാസത്തിൽ, കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൽ ചേർത്തു നിർത്തിയ അനേകരുണ്ട്. പിതാവിൻ്റെ തീരുമാനങ്ങൾ അചഞ്ചലമാണെന്നും സത്യസന്ധമാണെന്നും തെറ്റിപ്പോവില്ലെന്നും വിചാരിച്ച് വിശ്വസിച്ച് കൂടെ നിന്ന് ജീവിച്ച ആത്മാക്കൾ ധന്യാത്മാക്കളാണ്. കൂടെ നിന്ന് പ്രാർത്ഥിച്ച സഹകാരികളായ സന്യാസികളും വൈദികരും ദൈവമക്കളും അവർ വിശുദ്ധ ജീവിതത്തിൻ്റെ പാതയിലാണ്. പിതാവിൻ്റെ മാധ്യസ്ഥം തേടി ഈ ഖബറിലെത്തുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ പുണ്യജീവിതത്തിൻ്റെ മാതൃക അനുകരണീയമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അത് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നലെ പരസ്യമായി പ്രഖ്യാപിച്ചു. ഇത് മലങ്കര സഭയ്ക്ക് മാത്രമല്ല, ആഗോള സഭയ്ക്ക് മുഴുവൻ അനുകരണീയമാണ് ഈ ജീവിതം. ഇത് ധന്യൻ മാർ ഇവാനിയോസിൻ്റെ ജീവിതമാണ്. മാർ ഇവാനിയോസിൻ്റെ ജീവിതം ധന്യമായ ജീവിതമാണ്. പരിശുദ്ധ പിതാവിനോടും പരിശുദ്ധ സിംഹാസനത്തോടും നമ്മുടെ സഭയുടെ കൃതജ്ഞതയും സ്നേഹവും ഈ സമയം ഞാൻ അറിയിക്കുന്നു. ഭാരതത്തിലെ നമ്മുടെ അപ്പസ്തോലിക് നൻഷ്യോമാർ കാലാകാലങ്ങളിൽ നമ്മെ സഹായിച്ച് ഈ വിഷയത്തിൽ നമ്മെ മുൻപോട്ട് നയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിറേലി തിരുമേനിയോട് നമ്മുടെ സഭയ്ക്കുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയം അറിയിക്കുന്നു. നമ്മുടെ പിതാവിനെ കത്തോലിക്ക തിരുസഭയുടെ കൂട്ടായ്മയിൽ
ചേർത്ത് നിർത്തുന്നതിനും സജീവമാക്കുന്നതിനും കത്തോലിക്ക കൂട്ടായ്മയിൽ നേതൃനിരയിൽ സ്ഥിരമായി എപ്പോഴും സന്തോഷത്തോടെ പ്രതിഷ്ഠിക്കുന്നതിനും നമ്മുടെ സഹോദരി സഭകളായ സിറോ മലബാർ സഭയും ലത്തീൻ സഭയും ഏറെ നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഈ സഭാ നേതൃത്വത്തെയും അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവിനെ ഇന്നലെ വിളിച്ച് ഈ സന്തോഷ വാർത്ത പറഞ്ഞപ്പോൾ പിതാവ് വളരെ സന്തോഷത്തോടുകൂടി ഈ കാര്യം സ്വീകരിക്കുകയും സിറോ മലബാർ സഭയിൽ ഔദ്യോഗികമായി ഞാൻ ഈ വിവരം അറിയിച്ചുകൊള്ളാം എന്ന് പിതാവ് എന്നെ അറിയിക്കുകയും ഇന്ന് അനേകം പിതാക്കന്മാർ വിളിച്ച് നമ്മുടെ സന്തോഷം തിരുവല്ലായിൽ ഇന്നലെ കൂടിയ അവിടുത്തെ റീജിയണൽ ബിഷപ്സ് കൗൺസിലിൽ വെച്ച പിതാക്കന്മാരെല്ലാവരും ആ സന്തോഷം നമ്മളോട് പങ്കിടുകയും ചെയ്തു എന്നുള്ളതും ഈ തരുണത്തിൽ പ്രത്യേകം ഞാൻ ഓർക്കുന്നു. ലത്തീൻ സഭയിലെ പുണ്യചരിതനായ ബെൻസിഗർ തിരുമേനിയെ ഈ സമയം ഞാൻ ഓർക്കുന്നു. കൊല്ലം രൂപതയും അഭിനന്ദനായ ബെൻസിഗർ തിരുമേനിയും നമുക്ക് നൽകിയിട്ടുള്ള വലിയ ഒരു കരുതൽ, പുനരൈക്യത്തിന് മുന്നോടിയായി നടത്തിയ ഒരുക്കം, അത് വലിയ പ്രാരംഭ ശുശ്രൂഷ എന്നതുപോലെ നമ്മെ സഹായിച്ചിട്ടുള്ള ഘടകമാണ്. കൊല്ലം രൂപതയെയും കൊല്ലം രൂപതയിലെ രൂപതാധ്യക്ഷന്മാർ കാലാകാലങ്ങളിൽ നമ്മെ സഹായിച്ചിട്ടുള്ളതും അതുപോലെ നമ്മുടെ ലത്തീൻ സഭയിലെ അഭിനന്ദരായ പിതാക്കന്മാരോടുമെല്ലാം ഞാൻ നന്ദി അറിയിക്കുന്നു. നമ്മുടെ സഹോദരി സഭകൾ മാർ ഇവാനിയോസ് പിതാവിനെ ഏറ്റവും അടുത്തറിയുന്നതിനും പിതാവിൻ്റെ ശുശ്രൂഷകളെ മനസ്സിലാക്കുന്നതിനുമെല്ലാം ഏറെ യത്നിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മുടെ കബറിങ്കിൽ വന്ന് ധൂപം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ക്ഷണമനുസരിച്ച് ഭാരതത്തിൽ വന്ന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ആഗമാന പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്തിയോസ് എഫ്രേം ദ്വിതീയൻ ബാബാ തിരുമേനിയാണ്. പാത്രികീസ് ബാബാ തിരുമേനി നമ്മുടെ കബറിങ്കലെത്തി മാർ ഇവാനിയോസ് പിതാവിൻ്റെ കബറിങ്കൽ ധൂപം അർപ്പിച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. ഞാനത് നന്ദിയോടുകൂടി ഈ സമയത്ത് ഓർക്കുന്നു. നമ്മുടെ സഹോദരി സഭകൾ പല രീതിയിൽ മാർ ഇവാനിയോസ് പിതാവിനെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ദൈവം അത് ഗുണമായും നന്മയായും കൃപയായും രൂപാന്തരപ്പെടുത്തി എന്നുള്ളത് ഓർക്കുമ്പോൾ അവരെല്ലാവരും നമ്മെ പിതാവിനെ വിശുദ്ധനായി വളരുന്നതിന് സഹായിച്ചിട്ടുള്ള ഘടകങ്ങളും വ്യക്തികളുമാണ്. നമ്മുടെ എല്ലാ സഹോദരി സഭകളെയും ഈ സമയം ഞാൻ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. റോമിലെ വിശുദ്ധ പദവി കാര്യാലയത്തിൻ്റെ പ്രീഫെക്റ്റ് അഭിനന്ദനായ കർദിനാൾ സെമറാനോ തിരുമേനിയെയും അവിടെയുള്ള എല്ലാ സഹകാരികളെയും നമ്മുടെ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഈ നാമകരണ ശുശ്രൂഷയുടെ പോസ്റ്റ്ലേറ്ററായി പ്രവർത്തിക്കുന്ന CMI സന്യാസ സമൂഹത്തിലെ വലിയ ബഹുമാനപ്പെട്ട ചെറിയാൻ തൊണ്ടുപറമ്പിൽ CMI അച്ഛൻ്റെ കഠിനാധ്വാനത്തിനും സഭയോടുള്ള സ്നേഹത്തിനുമെല്ലാം ഇത്തരുണത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ കാനണൈസേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് നമ്മുടെ വൈദികരും സമർപ്പിതരും നമ്മുടെ ദൈവജനവും വിവിധ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അവരെ എല്ലാവരെയും പ്രത്യേകം ഞാൻ ഓർക്കുന്നു, ദൈവസന്നിധിയിൽ അവർക്കായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ശുശ്രൂഷയിൽ പാലാ രൂപതാംഗമായി റോമിലെ കാനണൈസേഷൻ ഓഫീസിൽ ശുശ്രൂഷ ചെയ്യുന്ന മോൺസിഞ്ഞോർ പോൾ പള്ളത്തച്ഛൻ നമ്മുടെ ഇതിൻ്റെ റിലേറ്ററായി 100,000 വരുന്ന പേജുകൾ 1000 പേജുകളിലായി ചുരുക്കി അത് ഒരു പൊസിസിയോ ആയി കർദിനാൾ സംഘത്തിന് സമർപ്പിക്കുവാൻ, ദൈവശാസ്ത്ര സംഘത്തിന് സമർപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട പോളച്ചൻ്റെ ശുശ്രൂഷ സഹായം ഔദ്യോഗികമായി തിരുസിംഹാസനം
ഏർപ്പെടുത്തിയ ആ നാൾ മുതൽ അദ്ദേഹം അതിലേറെ ശ്രദ്ധാലുവായിരുന്നു. പ്രത്യേകമായി ഞാനത് ഓർക്കുന്നു, പോളച്ചനോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ നാമകരണ നടപടികളുടെ 998 മുതലുള്ള ശുശ്രൂഷയിൽ അഭിനന്ദനായ തോമസ് മാർ അന്തോണിയോസ് തിരുമേനി ഇതിൻ്റെ വൈസ് പോസ്റ്റ്ലേറ്ററായി ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു. പിതാവ് ഇതിൻ്റെ 1-ാം ദിവസം മുതൽ അവിശ്വസനീയമായ രീതിയിൽ ഇന്നലെ ഈ കബറിങ്കൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ തിരുമേനി ഡൽഹിയിൽ നിന്ന് അവിടെ എത്തിയതും ആകസ്മികം എന്ന് പറയുന്നതിനേക്കാൾ ദൈവപരിപാലനയിൽ പിതാവ് ആ സമയത്ത് അവിടെ എത്തി എന്നുള്ളതാണ് അതിൻ്റെ വലിയ സന്തോഷം. അഭിനന്ദ അന്തോണിയോസ് പിതാവിൻ്റെ ശുശ്രൂഷകളെയും ഞാൻ പ്രത്യേകം ഈ സമയം ഏറെ നന്ദിയോടുകൂടി ഓർക്കുന്നു. നമ്മളുടെ ബഥനി തിരുവനന്തപുരം പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട സാന്ദ്ര സിസ്റ്റർ ഏറെ ത്യാഗവും ഏറെ കഠിനാധ്വാനവും ഈ ശുശ്രൂഷയിൽ നൽകിയിട്ടുണ്ട്. അനേക നാളുകൾ റോമിൽ ഇതിനായി താമസിച്ച് വളരെ ശ്രമകരമായ ഈ പഠനവും അതിൻ്റെ എഡിറ്റിങ്ങും അതിൻ്റെ എല്ലാ അനുബന്ധമായ ശുശ്രൂഷകളുമെല്ലാം നൽകുന്നതിന് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ സാന്ദ്ര നൽകിയ വിലപ്പെട്ട സേവനം ഞാൻ ഈ സമയം നന്ദിയോടുകൂടി ഓർക്കുന്നു. നമ്മളുടെ ബഥനി ആശ്രമവും ബഥനി മഠം മേരി മക്കൾ സന്യാസിനി സമൂഹം തിരുവനന്തപുരം മേജർ അതിരൂപത ഈ അപേക്ഷകരായി ഈ 4 പേരാണ് പരിശുദ്ധ സിംഹാസനത്തിന് മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഈ നാമകരണ നടപടികൾക്കായി അപേക്ഷ നൽകിയത്. എല്ലാ സന്യാസ സമൂഹങ്ങളെയും പ്രത്യേകമായി ഞാൻ ഓർക്കുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മെ സഹായിച്ച എല്ലാവരെയും, 100 കണക്കിന് ആളുകളുണ്ട്, അവരെല്ലാവരെയും ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷകൾക്ക് സ്വർഗം പ്രതിഫലം നൽകട്ടെ. നമുക്ക് ജൂലൈ മാസം 15-ാം തീയതി നമുക്കിതിൻ്റെ ആഘോഷപൂർവമായ ഒരു കൂടിവരവ്, നമ്മുടെ പിതാവിനെ ധന്യനായി പ്രഖ്യാപിച്ചതിൻ്റെ കൂടിവരവ് സഭയൊന്നായി നമുക്ക് ആഘോഷിക്കേണ്ടതുണ്ട്. അന്നത്തെ മുഖ്യ അതിഥി സിറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ അഭിനന്ദനായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവാണ്. കേരള കത്തോലിക്ക സഭയിലെ എല്ലാ പിതാക്കന്മാരെയും പ്രത്യേകമായി അതിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. അന്ന് നമുക്ക് വളരെ വിശദമായി, വളരെ ആത്മീയമായും ആഘോഷപരമായും നമ്മുടെ ഈ വലിയ അനുഗ്രഹത്തിന് കർത്താവിന് നന്ദി പറയാം. ഇന്ന് ഈ തൊട്ടടുത്ത ദിവസം, ഇന്നലത്തെ പ്രഖ്യാപനത്തിന് ഇന്നലെ വൈകുന്നേരത്തെ ഒരു മെസ്സേജ് വഴി ഇത്രയും ബഹുമാനപ്പെട്ട വൈദികർ നമ്മുടെ സഭയുടെ പല ഭാഗങ്ങളിൽ നിന്ന്, ഇത്രയും പ്രിയപ്പെട്ട സന്യാസിനിമാർ, ഇത്രയും കുടുംബാംഗങ്ങൾ നമ്മുടെ സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തി എന്നുള്ളത് ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ ഓർക്കുന്നു. അഭിനന്ദ പിതാക്കന്മാരുടെ സാന്നിധ്യം വളരെ കൃത്യമായി പറഞ്ഞാൽ പല പ്രോഗ്രാമുകളും ക്യാൻസൽ ചെയ്താണ് ഈ വിശുദ്ധ കുർബാനയിൽ ഈ പെട്ടെന്നുള്ള ഈ ക്രമീകരണത്തിൽ പിതാക്കന്മാർ വന്ന് സംബന്ധിക്കുന്നത്. അത് നമ്മുടെ പൊതുവായ സന്തോഷം നമുക്ക് വർദ്ധിപ്പിക്കുന്ന അനുഭവമാണ്. എല്ലാവരെയും ഏറെ സന്തോഷത്തോടെ ഓർക്കുന്നു. നമുക്ക് വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാം. നമുക്ക് ഹൃദയത്തിൽ ഒരു കാര്യം ഉറപ്പായി സന്തോഷത്തോടെ സ്ഥിരീകരിച്ച് പിതാവിൻ്റെ ഖബറുമുത്തി നമുക്ക് വിരിഞ്ഞ് പോകേണ്ടതുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, കർത്താവിൽ വിശ്വസിക്കുവിൻ, അവിടുന്നെല്ലാം പൂർണ്ണമായി നിറവേറ്റും.